തിരുവനന്തപുരം നേമത്ത് പ്രസവത്തിനിടെ യുവതിയും നവജാത ശിശുവും മരിച്ച കേസിൽ പ്രതി നയാസിന്റെ ആദ്യ ഭാര്യ റജീന രണ്ടാം പ്രതി. ഇവർക്കെതിരെ പോലീസ് ഗുരുതര വകുപ്പുകൾ ചുമത്തി. ഒളിവിൽ പോയ റജീനയ്ക്കായി അന്വേഷണം വ്യാപിപ്പിച്ചു. കേസിൽ പിടിയിലായ അക്യൂപങ്ചർ ചികിത്സകൻ ഷിഹാബുദ്ദീനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. മരിച്ച ഷമീറയെ അക്യുപങ്ചർ ചികിത്സയ്ക്ക് നയാസിന്റെ ആദ്യ ഭാര്യ റജീനയും പ്രേരിപ്പിച്ചെന്നാണ് പോലീസ് കണ്ടെത്തൽ. ഇതോടെയാണ് ഗുരുതര വകുപ്പുകൾ ചുമത്തി പ്രതി ചേർത്തത്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, നവജാത ശിശുവിന്റെ മരണം തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയത്. കേസിൽ അറസ്റ്റിലായ അക്യുപങ്ചർ ചികിത്സകൻ ഷിഹാബുദ്ദീനും ഭാര്യയും നയാസിന്റെ വീട്ടിലെ സ്ഥിരം സന്ദർശകരായിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തി. യുവതി മരിക്കുന്നതിന്റെ തലേ ദിവസവും ഇവർ അക്യുപങ്ചർ ചികിത്സ നൽകിയിരുന്നു. അയൽവാസിയും ഇത് വ്യക്തമാക്കി. അയാൾ ഒരു 3-4 പ്രാവശ്യമൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മളും വിചാരിച്ച് എന്തിരുന്ന് പറ്റില്ല. ഒരു ദിവസം രാത്രി കാറും കൊണ്ട് ഇട്ടിട്ട് ഒരു സ്ത്രീ ഇയാളും കൂടെയാണ് വന്ന് കയറിയത്. അപ്പം അക്വ പഞ്ചർ മോളെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണെന്ന്. അപ്പോൾ അവരെ അതിനുശേഷം 1-2 പ്രാവശ്യം വന്ന് ഈ കൊച്ചു മരിക്കണതിനും തലയ്ക്കും ദിവസം വരെയും വന്ന് കാറിൽ രണ്ടുപേരും, ഒരാണും ഇങ്ങേരും വേറെ ഒരു കൊച്ചുമായിട്ട് വന്നു. ഷിഹാബുദ്ദീനെ ഇന്ന് നെയ്യാറ്റിൻകര കോടതിയിൽ ഹാജരാക്കും. ഇയാളെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് സാധ്യത. കസ്റ്റഡിയിൽ വാങ്ങിയ നയാസിനെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഇരുവരെയും ഒപ്പമിരുത്തിയും ചോദ്യം ചെയ്തേക്കും. 24 തിരുവനന്തപുരം.